എല്ലാവർക്കും ഒന്നുകൂടെ നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ശ്ലോകങ്ങൾ വളരെ ഗംഭീരമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. നഷ്ടപ്പെട്ട ആൾക്കാർക്ക് നഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലേക്ക് നോക്കുന്ന സമയത്ത്. അത്രയും മനോഹരമായിട്ടുള്ള കുറച്ച് ശ്ലോകങ്ങളാണ് നമ്മൾ മുന്നേ പറഞ്ഞു. 14ാമത്തെ ശ്ലോകം വരെ ഭഗവാനുള്ള ഒരു അർച്ചന നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണോ അത് മുഴുവനായിട്ടും അതിൽ കാണാൻ വേണ്ടി സാധിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെയാണ് ഈ ശ്ലോകങ്ങളുള്ളത്. അർജുനൻ്റെ ചോദ്യം ഭഗവാൻ സ്വീകരിച്ചു. എനിക്ക് ഭഗവാന്റെ ആ സമ്പൂർണ്ണ രൂപം ദർശിക്കാൻ വേണ്ടി സാധിക്കണം എന്നാണ് അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെട്ടത്. ശ്രീ ഭഗവാൻ ഉവാച പശ്യ മേ പാർത്ഥരൂപാണി ശതശോധസഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. ഹേ പാർത്ഥ, പല പല പ്രകാരത്തിലുള്ള പല വർണ്ണങ്ങളിലും അങ്ങനെ പല ആകൃതികളിലൊക്കെ ആയിട്ടുള്ള എൻ്റെ നൂറുകണക്കിനും ആയിരക്കണക്കിനൊക്കെ ആയിട്ടുള്ള രൂപങ്ങൾ നീ കണ്ടുകൊള്ളുക, ദിവ്യങ്ങളായിട്ടുള്ള രൂപങ്ങൾ കണ്ടുകൊള്ളുക എന്ന് ഭഗവാൻ അർജുനോട് പറഞ്ഞു 5ാമത്തെ ശ്ലോകത്തിൽ. 6ാമത്തെ ശ്ലോകത്തിൽ എന്തൊക്കെയാണ് കാണുക എന്നാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനൗ മരുതസ്തഥാ ബഹൂന്യദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത. ഒരുപാട് ആദിത്യന്മാരെയും അതുപോലെ വസുക്കളെയും രുദ്രന്മാരെയും അതുപോലെ തന്നെ അശ്വിനി ദേവകളെയും മരുത്തുക്കളെയും ഒക്കെ നീ കണ്ടുകൊള്ളുക. അങ്ങനെ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരുപാട് ആശ്ചര്യദായകങ്ങളായിട്ടുള്ള കാഴ്ച നീ കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ അതിലേക്ക് പോകുന്നത്. എവിടെയാണ് കാണുന്നത്? ഇഹൈകസ്ഥം ജഗത് കൃത്സ്നം പശ്യാദ്യ സരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യദ്രഷ്ടുമിച്ഛസി. ഈ സർവചരാചരങ്ങളും അടങ്ങുന്ന ഈ ജഗത്ത് മുഴുവനും നീ എൻ്റെ ഈ ശരീരത്തിൽ കണ്ടുകൊള്ളുക. അതുമാത്രമല്ല, വേറെ എന്തെങ്കിലും നിനക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ കാഴ്ചയും നീ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടെ ഒന്നിച്ച് എൻ്റെ ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നതായിട്ട് നിനക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്ന് ഭഗവാൻ 7ാമത്തെ ശ്ലോകത്തിൽ അർജുനോട് പറഞ്ഞു. നതു മാം ശക്യസേ ദ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷുഃ പശ്യ മേ യോഗമൈശ്വരം. എന്നാൽ ഇത് നിൻ്റെ സാധാരണ കണ്ണുകൊണ്ടൊന്നും കാണാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് നിനക്ക് ഞാൻ ദിവ്യങ്ങളായിട്ടുള്ള ദിവ്യദൃഷ്ടി നിനക്ക് നൽകാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് ആ ദിവ്യദൃഷ്ടി ഉപയോഗിച്ചിട്ട് നിൻ്റെ ആ ദിവ്യദൃഷ്ടി, ഞാൻ നൽകുന്ന ദിവ്യദൃഷ്ടി ഉപയോഗിച്ചിട്ട് ഐശ്വര്യമായിട്ടുള്ള ഈ കാഴ്ച നീ കണ്ടുകൊള്ളുക എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അത് കാഴ്ച അപ്പോൾ തന്നെ അർജുനന് കിട്ടി. അത് കണ്ടിട്ട് സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയാണ്. സഞ്ജയ ഉവാച ഏവമുക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഃ ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. സഞ്ജയൻ പറഞ്ഞു, ഹേ രാജാവേ, ധൃതരാഷ്ട്ര മഹാരാജാവേ, മഹായോഗേശ്വരനായിട്ടുള്ള സാക്ഷാൽ ഹരി നാരായണൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം പരമമായ തൻ്റെ ഈശ്വരീയ രൂപം അർജുനന് കാട്ടിക്കൊടുത്തു എന്നാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയൊക്കെയുള്ളതാണ് ആ രൂപം? ഒന്ന് സൈലൻ്റ് ആയിരിക്കണേ, കുറച്ചൊച്ച ഓർക്കണേ. അനേക വക്ത്രനയനം അനേക അദ്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം. അങ്ങനെയൊക്കെയുള്ളതാണ്. അനേക വക്ത്ര നയനങ്ങളൊക്കെ ഉണ്ട്, അനേകം മുഖങ്ങളുണ്ട്, അനേകം കണ്ണുകളുണ്ട്, അനേക അദ്ഭുത ദർശനങ്ങൾ അതിലുണ്ട്. പല 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 അദ്ഭുതങ്ങളുമാണ് അവിടെ കാണുന്നത്. എങ്ങനെയൊക്കെയുണ്ട്? അനേക ദിവ്യ ആഭരണങ്ങളൊക്കെ ഭഗവാൻ ധരിച്ചിട്ടുണ്ട്. ദിവ്യ അനേകോദ്യത ആയുധം, ആ ആയുധങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. യുദ്ധം ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ഭാവത്തിലുള്ള ആയുധങ്ങളാണ്. വെറുതെ ഒരു മൂലയ്ക്ക് വെച്ചതൊന്നുമല്ല, എല്ലാം
ശരിയായ രീതിയിൽ ഒരുക്കി വച്ചിരിക്കുന്ന ആയുധങ്ങളാണുള്ളത്. ദിവ്യമാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. പല പല തരത്തിലുള്ള മാലകളൊക്കെ ധരിച്ചിട്ടുണ്ട്. ഗന്ധങ്ങളൊക്കെ ഗന്ധമുള്ള നല്ല ചന്ദനാദി ലേപനങ്ങളൊക്കെ പൂശിയിട്ടുണ്ട്. സർവ്വ ആശ്ചര്യമായ, എവിടെ നോക്കിക്കഴിഞ്ഞാലും ആശ്ചര്യമാണ്. ഏത് ഭാഗത്ത് നിന്ന് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ആശ്ചര്യകരമായ കാഴ്ചകളാണ് അവിടെ കാണുന്നത്. അങ്ങനെയുള്ള ദേവൻ്റെ അനന്തമായിട്ടുള്ള വിശ്വതോമുഖമായിട്ടുള്ള ആ രൂപമാണ് കാണുന്നത്. എല്ലായിടത്തേക്കും ആ ഭഗവാന്റെ മുഖം തിരിച്ചു വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. അങ്ങനെയുള്ള രൂപമാണ് അർജുനൻ കണ്ടിരിക്കുന്നത്. ആ രൂപത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് കൂടുതൽ പോവാം. അപ്പോൾ 10ാമത്തെ ശ്ലോകം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനേക വക്ത്രനയനം അനേക അദ്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം ദിവ്യമാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. ഈ ശ്ലോകങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഭഗവാനെ ഒരിടത്ത് സ്ഥാപിച്ച് എല്ലാ തരത്തിലുള്ള നമ്മൾ പൂജ ചെയ്യുന്ന സമയത്ത്, ഭഗവാന്റെ പൂജ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് ആ ഉപചാരങ്ങളെല്ലാം ചെയ്തിട്ടാണ് ഇവിടെ ഭഗവാനെ വർണ്ണിക്കുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി സാധിക്കുക. അവിടെ പറയുന്നത് ഷോഡശ ഉപചാര പൂജ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ നമുക്കിവിടെ സങ്കല്പിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഷോഡശോപചാര പൂജയിൽ പൂജയ്ക്ക് മുന്നേ, അതായത് പൂജയിൽ എന്തൊക്കെ ഉപചാരങ്ങളുണ്ട് എന്ന് പറയുന്നത് നമുക്ക് അറിയാം. പക്ഷെ അതിൻ്റെ ഒരു ക്രമം എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്, ധ്യാനം ആണ് ആദ്യം പറയുന്നത്. ഭഗവാനെ ധ്യാനിക്കുന്നു, മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ആവാഹനം, ആ വിഗ്രഹത്തിലേക്ക് ഭഗവാനെ ആവാഹിക്കുന്നു. അതിനുശേഷം ആസനം, ഒരു സ്ഥലത്ത് ഭഗവാൻ അവിടെ ഇരുത്തിയ ഒരു ഭാവത്തിലൊക്കെ ഇനി ഇവിടെ ഇരുന്നോളൂ, ഈ വിഗ്രഹത്തിൽ വന്നിട്ട് ഇവിടെ ഇരിക്കുക. എന്നിട്ട് പാദ്യം, ഭഗവാന്റെ പാദങ്ങളാണ് കഴുകിക്കുന്നത്, പൂജ ചെയ്യുമ്പോഴുള്ള ക്രമമാണ്. അതിനുശേഷം അർഘ്യം, ഭഗവാന്റെ കൈയും കാലും മുഖമൊക്കെ കഴുകിക്കുകയാണ്. ആചമനീയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഭഗവാന്റെ കഴുകിച്ച് വൃത്തിയാക്കുന്ന ഇതാണ്. അത് കഴിയുമ്പോഴാണ് സ്നാനവും അഭിഷേകവും വരുന്നത്. അതായത് സ്നാനം അല്ലെങ്കിൽ അഭിഷേകം നടക്കുന്നത്. അതിനുശേഷം വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കുന്നു. യജ്ഞോപവീതം കൊടുക്കുകയാണ്. യജ്ഞോപവീതം എന്ന് പറയുന്നത് പൂണൂല് ധരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഗന്ധം, നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ചന്ദന ലേപാദികളൊക്കെ പൂശി ആ ഗന്ധം അവിടത്തേക്ക് കൊണ്ടുവരികയാണ്. പുഷ്പം സമർപ്പിക്കുന്നു, ധൂപം സമർപ്പിക്കുന്നു, ദീപം സമർപ്പിക്കുന്നു, നൈവേദ്യം സമർപ്പിക്കുന്നു, താമ്പൂലം നൽകുന്നു. അതിനുശേഷമാണ് മംഗളാരതി. അപ്പോഴാണ് നമുക്ക് നടയൊക്കെ തുറന്നിട്ട് മംഗളാരതി ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണാം. അപ്പോൾ അത് വലിയ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ദിവ്യമാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. അങ്ങനെയൊക്കെ ചെയ്യുന്ന രൂപമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് സങ്കല്പിക്കാൻ വേണ്ടി സാധിക്കണം. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഭഗവാന്റെ രൂപം സങ്കല്പിക്കുക, എന്നിട്ട് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഭഗവാനെ പൂജിക്കുന്നതായിട്ട് കാണുകയാണ്. ആ രീതിയിലാണ് സഞ്ജയൻ പറഞ്ഞു കൊടുക്കുന്നത് ധൃതരാഷ്ട്രക്ക്. അത് കേൾക്കുമ്പം തന്നെ സാക്ഷാൽ മഹാവിഷ്ണു ഹരി അവിടെ വന്ന് നിൽക്കുന്നതായിട്ടുള്ളൊരു പ്രതീതി ധൃതരാഷ്ട്രക്ക് പോലും ഉണ്ടാവണം. കഷ്ടകാലത്തിന് പുറത്തെ കണ്ണ് മാത്രമല്ല, ധൃതരാഷ്ട്രരുടെ അകക്കണ്ണും അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് പറഞ്ഞു വിശദീകരിക്കുന്ന സമയത്തും അതൊന്നും മനസ്സിലേക്ക് കാണാനുള്ള ഒരു ഉൾക്കാഴ്ച ധൃതരാഷ്ട്രക്ക് ഉണ്ടായില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അറ്റ്ലീസ്റ്റ് നമുക്കെങ്കിലും ആ ഉൾക്കാഴ്ച ഉണ്ടാവട്ടെ, അതിങ്ങനെ മനസ്സിൽ സങ്കല്പിക്കാൻ സാധിക്കട്ടെ. ആ ശ്ലോകം 11ാമത്തെ ശ്ലോകം ഒന്ന് ചൊല്ലിയിട്ട് നമുക്ക് 12ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. ഓക്കെ, അനിത ചേച്ചി ഒന്ന് ചൊല്ലാമോ? ഞാൻ ചൊല്ലിത്തരാം. ദിവ്യമാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം
സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. അനന്തം വിശ്വതോമുഖം. ഓക്കെ, രൂപചേച്ചി. ദിവ്യമാല്യാംബരധരം ദിവ്യമാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. അനന്തം വിശ്വതോമുഖം. ഓക്കെ, ഇനി 12ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കിടക്കാം. വളരെ പ്രധാനപ്പെട്ട വിശ്വരൂപദർശന യോഗത്തിനെ കുറിച്ച് പറയുമ്പം എപ്പോഴും എൻ്റെ നാവിൽ വരുന്നൊരു ശ്ലോകമാണ് ഈ ശ്ലോകം. ആദ്യത്തെ 2 വരികൾ ഭഗവാൻ എങ്ങനെയാണ് ആ രൂപം ഉണ്ടാവുക എന്നുള്ളതിൻ്റെ ഏകദേശം ഒന്ന് വർണ്ണിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മുടെ സഞ്ജയൻ. എങ്ങനെയാണ് ആ രൂപം കണ്ടാൽ ഉണ്ടാവുക എന്ന് ഏകദേശം ഇങ്ങനെ ആയിരിക്കുമോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതൊന്നുമല്ല, അതിനേക്കാൾ എത്രയോ അപ്പുറത്താണ്, അവർണ്ണനീയമാണ് ഭഗവാന്റെ രൂപം എന്ന് അപ്പം തന്നെ നമുക്ക് ആ ശ്ലോകത്തിൻ്റെ എത്തുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. 12ാമത്തെ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. കമല ചേച്ചി ചൊല്ലാമോ? ദിവി സൂര്യസഹസ്രസ്യാം ദിവി സൂര്യസഹസ്രസ്യ ഭവേദ്യുഗപദുത്ഥിതാം ഭവേദ്യുഗപദുത്ഥിതാ യദി ഭാസദൃശീ സാ സ്യാത് യദി ഭാസദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. ഭാസസ്തസ്യ മഹാത്മനഃ. ഓക്കെ, ജീത്തുജി എല്ലാവരും ചൊല്ലി നോക്കിക്കോളൂ. ദിവി സൂര്യസഹസ്രസ്യാം ദിവി സൂര്യസഹസ്രസ്യാം ഭവേദ്യുഗപദുത്ഥിതാം ഭവേദ്യുഗപദുത്ഥിതാ യദി ഭാസദൃശീ സാ സ്യാത് യദി സദൃശി സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. ഭാസസ്തസ്യ മഹാത്മനഃ. ഓക്കെ, നിർമ്മൽ ജി. ദിവി സൂര്യസഹസ്രസ്യാം ദിവി സൂര്യസഹസ്രസ്യാം ഭവേദ്യുഗപദുത്ഥിതാം ഭവേദ്യുഗപദുത്ഥിതാം യദി ഭാസദൃശീ സാ സ്യാത് യദി ഭാസദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. ഭാസസ്തസ്യ മഹാത്മനഃ. ഓക്കെ, ദിവി ആകാശത്ത് അല്ലെങ്കിൽ സ്വർഗലോകത്തിലാവാം എന്നൊക്കെ ശങ്കരാചാര്യർ പറയുന്നുണ്ട്. പക്ഷേ ആകാശത്തിൽ നമ്മൾ പറയുമ്പോൾ ആകാശത്തിൽ ദിവി സൂര്യസഹസ്രസ്യ 1000 സൂര്യന്മാര് യുഗപത് ഉത്ഥിതാ ഭവേത്. യുഗപത് ഒരുമിച്ച് ഒരു സൂര്യൻ നട്ടുച്ചക്ക് കത്തി നിൽക്കുന്ന സമയത്ത് അവിടത്തേക്ക് നമുക്ക് നോക്കിയാൽ എന്താണ് നമ്മുടെ കണ്ണിൻ്റെയൊക്കെ അവസ്ഥ എന്നറിയാം. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സൂര്യാഘാതമൊക്കെ ഏൽക്കുന്നുണ്ട്. ഇവിടെ 1000 സൂര്യന്മാർ യുഗപത് ഉത്ഥിതാ ഭവേത്, ഒരുമിച്ച് ഉദിച്ചുയർന്നാൽ എങ്ങനെ ഉണ്ടാവോ സാഭാഹ ആ പ്രഭ, അങ്ങനെ 1000 സൂര്യന്മാരുദിച്ചുയർന്നാലുള്ള ആ ശോഭയുണ്ടല്ലോ, ആ ശോഭയാണ് തസ്യ മഹാത്മനഃ, ആ മഹാത്മാവിൻ്റെ ഭാസഹ സദൃശീ സ്യാത്, ആ മഹാത്മാവിൻ്റെ ശോഭയ്ക്ക് തുല്യമായേക്കാം. ഒരു സംശയമാണ്, പറയാൻ പറ്റുന്നില്ല. 1000 സൂര്യൻ, കാരണം അങ്ങോട്ട് അത്രയും ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് നോക്കാൻ പറ്റുന്നുണ്ടാവുന്നില്ലേ സഞ്ജയന്. അപ്പോൾ സഞ്ജയൻ പറയാണ് 1000 സൂര്യന്മാരുദിച്ചുയർന്നാലുള്ള ശോഭ എത്രയാണോ അത്രയും ശോഭയോട്, ആ ശോഭ ഈ ഭഗവാന്റെ ഈ ശോഭയോട് എത്തുമായിരിക്കും. എന്നാലും സാധ്യതയില്ല എന്നുള്ള ടോൺ അതിലുണ്ട്. ഏകദേശം പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. 1000 സൂര്യന്മാർ ഉദിച്ചുയർന്നാലും ഒരു 100 സൂര്യന്മാർ ഉദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരുപോലെയാണ് അല്ലേ, ഏകദേശം തീരുമാനമാവും. അതുപോലെയാണ് സഞ്ജയൻ ഏകദേശം 1000 സൂര്യന്മാർ ഉദിച്ചുയർന്നാലുള്ള ശോഭയുണ്ടല്ലോ, അങ്ങനെയാണ് ഈ ശോഭ. ഭഗവാന്റെ ശോഭ ഏകദേശം
അത്രയ്ക്കും അതിന് തുല്യമായേക്കാം എന്നേ പറയുന്നുള്ളൂ. മുഴുവനായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. ഇത് കുറേ നേരം കഴിഞ്ഞതിന് ശേഷം കേട്ടോ. സിനിമ കാണുന്ന സമയത്തുള്ളതുപോലെയല്ല അത് കണ്ടു കഴിഞ്ഞ് പിന്നെ പറയുന്ന സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിട്ടുപോകും. എത്ര ഉണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ അങ്ങ് വിട്ടുപോകും. അപ്പോൾ ഇവിടെ 1000 സൂര്യന്മാരുദിച്ചുയർന്നാലുള്ള ശോഭയോളം, അല്ലെങ്കിൽ അതിൻ്റെ 1000 അങ്ങനെയല്ല കേട്ടോ, 1000 സൂര്യന്മാരുദിച്ചുയർന്നാലുള്ള ശോഭ ഭഗവാന്റെ ശോഭയോളം എത്തിയേക്കാം, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് സങ്കല്പിച്ച് നോക്കുമോ? ആ ഭഗവാൻ ഇങ്ങനെ ഇരിക്കുകയാണ്, ദിവ്യ മാല്യങ്ങളൊക്കെ ഇട്ടിട്ട്. എന്നിട്ട് നമ്മൾ നട തുറന്ന് നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുമ്പോൾ ഒരുപാട് ദീപങ്ങളൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് ആ രൂപം വരുന്നത്. അതുപോലെയാണ് ഇവിടെ ശരിക്കും ആ മംഗള ആരതി പോലെ നമുക്ക് അറിയില്ലോ, ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ചുറ്റിക്കുന്ന സമയത്ത്, ആരതി ഒഴിയുന്ന സമയത്ത് ഓരോ ഭാഗമായിട്ട് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും. അതുപോലെ 1000 സൂര്യന്മാരുടെ ശോഭ കൊണ്ട് ഇവിടെ ഭഗവാൻ ഒരു ആരതി നൽകുന്നത് പോലെയാണ് നമ്മൾ ആ രൂപത്തെ സങ്കല്പിക്കേണ്ടത്. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ദിവി സൂര്യസഹസ്രസ്യ ഭവേത് യുഗപദുദ്ധിത യദി സദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. ദിവി സൂര്യസഹസ്രസ്യ ഭവേത് യുഗപദുദ്ധിത യദി സദൃശീ സാ സ്യാദ്. അത് ഒന്നിച്ചാണോ പറയണ്ടത്? യദിഭാ സദൃശീ സാത് സ്യാദ്. സാത് സ്യാദ് ഒന്നിച്ചു പറഞ്ഞു. യദിഭാ സദൃശീ സാ സ്യാദ് ഭാസസ്തസ്യ മഹാത്മനഃ. ഭാസസ്തസ്യ മഹാത്മനഃ. ഭാസസ്തസ്യ മഹാത്മനഃ. ഓക്കെ, എല്ലാവരും ചൊല്ലിയാ. വത്സലമ്മ, ഒരു ഡൗട്ട്. ബാഹാന്ന് വരണ്ടേ? ബാന്നാണോ വരേണ്ടത്? യദി ബാഹാന്ന്. അത് ഒന്നിച്ചു പറയുമ്പോ അതങ്ങനെയാവും. ഭാഹ തസ്യ എന്നുള്ളത് ഒന്നിച്ചു പറയുമ്പോ ഭാസസ്തസ്യ എന്ന് പറയും. മൂന്നാമത്തെ വരിയിലാണെന്ന് ചോദിച്ചല്ലേ ലോലു ചേച്ചി? അതെ, യദി ബാഹ സദൃശി എന്ന് പറയുന്നത്. അത് നിർബന്ധമില്ല. ഓക്കെ, നമ്മൾ ഭാഹ എന്നാണെങ്കിലും നമ്മൾ ചൊല്ലുന്ന സമയത്ത് യദി ഭാ സദൃശി സാസ്യാത് എന്ന് ചൊല്ലിയാൽ മതി. എല്ലായിടത്തും നമ്മൾ ആ ഭാഹ എന്നുള്ളതെടുത്ത് പ്രയോഗിക്കണം എന്നില്ല. പിന്നെ പല രീതിയിൽ സംസ്കൃതത്തിലിപ്പം ഉത്തരഭാരതത്തിലും ദക്ഷിണ ഭാരതത്തിലുള്ള സംസ്കൃതത്തിലെ പ്രയോഗത്തിൽ ചില വ്യത്യാസമുണ്ട്. അപ്പോൾ അത് സൈലൻ്റായിട്ട് ഉച്ചരിക്കുന്നതാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ചില അക്ഷരങ്ങൾ എടുക്കില്ല, അതുപോലെ. ഇപ്പം അമ്മ പറഞ്ഞ താഴെയുള്ള ഭാസസ്തസ്യ എന്നുള്ളതും ഭാസഹ എന്നുള്ളതും ശോഭ തന്നെയാണ്. അവിടെയും ഭാ ഉണ്ട്. അപ്പം ഇതെല്ലാം ഭാ, ശോഭ എന്നുള്ള വാക്കിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബാക്കി നിങ്ങൾ ചർച്ച ചെയ്യുന്ന ഞാൻ കുറച്ച് കേട്ടിരുന്നു. പക്ഷേ വാക്കുകളിലൊന്നും ഇനി ഡൗട്ടില്ലല്ലോ. ഒരു ചോദ്യം ഇവിടെ നല്ല ചർച്ചയായിരുന്നു അധ്യാത്മാനന്ദ സ്വാമിയുടെ ഈ ഒരു ഭാഗത്ത്, സ്വാമിയുടെ ക്ലാസ്സിന്. ഒരു ചോദ്യമുള്ളത്, നമ്മൾ ആരതി ഒഴിയുന്നത് എന്തിനാണ്? ഭഗവാന് ആരതി ഒഴിയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനായിരിക്കും? നമ്മൾ പൊതുവെ ആരതി ഒഴിയുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ ആ സമയത്ത് ചൊല്ലുന്ന ഒരു ശ്ലോകമാണെന്ന് പറഞ്ഞ് മുണ്ടകോപനിഷത്തിലും കഠോപനിഷത്തിലുള്ള ഒരു ശ്ലോകമാണ് സ്വാമി അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. എനിക്കത് കേട്ടപ്പോൾ നല്ലൊരു സന്തോഷം തോന്നി. അത് ഞാൻ പറയാം. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമ വിദ്യുതോ ഭാന്തി കുതോയമഗ്നിഃ തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസാ സർവമിദം വിഭാതി. ഒരു
പൂജാരി ആരതി ഒഴിയുന്ന സമയത്ത് ഭഗവാനെക്കുറിച്ച് പറയാണ്, ഭഗവാനെ തത്ര ഭഗവാനിൽ അങ്ങയിൽ, തത്ര എന്നാണ് പറയുന്നത്, അങ്ങയിൽ എന്ന് പറയുന്നത് തത്ര എന്ന് വെച്ചാൽ അവിടെ എന്ന അർത്ഥം. ഓക്കെ, അവിടെ ന തത്ര സൂര്യോഭാതി, അവിടെ സൂര്യൻ ഉദിക്കുക എന്ന് പറഞ്ഞൊരു സംഭവമൊന്നുമില്ല. സൂര്യന് അങ്ങയെ പ്രകാശിപ്പിക്കാൻ പറ്റില്ല. ന ചന്ദ്രതാരകം, ചന്ദ്രനാവട്ടെ നക്ഷത്രങ്ങളാവട്ടെ അവയ്ക്കും അങ്ങയെ കാണിക്കാൻ വേണ്ടിയിട്ട്, അങ്ങയെ ശോഭിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് അതിനുമില്ല. അവിടെ അതൊന്നുമില്ല. നേമ വിദ്യുതോഭാതി, അവിടെ വൈദ്യുതി മിന്നൽ പിണറുകളോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ലാത്ത അവസ്ഥ എന്നല്ല, ചിന്തിക്കണം. ഇതൊക്കെ ഒന്നും അല്ല അവിടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സൂര്യനാവട്ടെ ചന്ദ്രനാവട്ടെ നക്ഷത്രങ്ങളാവട്ടെ മിന്നൽ പിണറുകളോ അല്ലെങ്കിൽ വൈദ്യുതിയോ ഒന്നും ആവട്ടെ, അതൊന്നും അവിടെ ഒന്നും അല്ല. എന്നിട്ടാണ് കുതോ അയം അഗ്നി, ഞാൻ വലിയ കാര്യത്തിൽ ഞാൻ ഭഗവാനെ ഇങ്ങനെ ആരാധി ഒഴിഞ്ഞിട്ട് കാണിക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള ഈ കുഞ്ഞ് തളികയിൽ കത്തുന്ന കർപ്പൂരം എടുത്തിട്ട് ഞാനിങ്ങനെ കാണിക്കുകയാണ്. അങ്ങക്ക് അഗ്നി പ്രകാശം ഞാൻ കാണിച്ചിരുന്നു. ആര്? ഈ പ്രകാശം. ആ ഒരു ഭാവമാണ് അവിടെ പറയുന്നത്. ഞാൻ അങ്ങക്ക് കാണിച്ചു തരികയാണ് അഗ്നി. എൻ്റെ കയ്യിൽ കൊള്ളുന്ന ഈ തളികയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ഇതിൽ വെച്ചിട്ട് കർപ്പൂരമൊക്കെ കത്തിച്ചിട്ട് ഭഗവാന് ഞാൻ വെളിച്ചം കാണിക്കുന്നുള്ള ഭാവത്തിൽ ഞാൻ കാണിച്ചിരുന്നു. അവിടെ സൂര്യനൊന്നുമല്ല, അവിടെയുള്ള ചന്ദ്രനും നക്ഷത്രങ്ങളും അതുപോലെ തന്നെ മിന്നൽ പിണറുകൾ പോലും അവിടെ ഒന്നും അല്ലാതിരിക്കുന്ന ഭഗവാനെ അങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഈ കുഞ്ഞു ഇതിൽ കർപ്പൂരമൊക്കെ ഇങ്ങനെ ആരതി ഒഴിയുന്ന സമയത്ത് കാണിക്കുകയാണോ? തമേവ ഭാന്തമനുഭാതി സർവം, ഭഗവാനെ അങ്ങ് തന്നെയാണ് എല്ലാത്തിനെയും ശോഭിപ്പിക്കുന്നത്. തസ്യ ഭാഷ സർവമിതം വിഭാതി, എല്ലാം അങ്ങാണ് ശോഭിപ്പിക്കുന്നത്. അങ്ങയുടെ ശോഭയിലാണ് മറ്റെല്ലാം ശോഭിക്കുന്നത്. അപ്പം ഭഗവാൻ ആരതി ഒഴിയുക എന്ന് പറയുമ്പം ഭഗവാനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതല്ല സ്വാമി പറയുന്നത്. അവിടെ ഭഗവാനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പ്രകാശം ഇങ്ങനെ ഓരോ ഭാഗത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ചില നല്ല വീഡിയോസിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം, അല്ലെങ്കിൽ നേരെ ഭഗവാന്റെ മുമ്പിലൊന്നും ചിലപ്പോൾ നമുക്ക് നോക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. എന്നാലും നമുക്ക് കാണുന്ന സമയത്ത് നമുക്കറിയാം, മുഖത്ത് കൊണ്ടുപോകുന്ന സമയത്ത് മുഖം തെളിഞ്ഞ് കാണാം, പാദങ്ങളിൽ കൊണ്ടുപോകുന്ന ആ ഭാഗം തെളിഞ്ഞ് കാണാം. അങ്ങനെ ഓരോ ഭാഗവും നമുക്ക് തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ് ആരതി ഒഴിയുന്നത് എന്ന് നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ ആ ശ്ലോകം നല്ലൊരു നമുക്ക് ഒരു വല്ലാത്തൊരു ഫീൽ തരുന്ന ഒരു ശ്ലോകമാണ് അല്ലേ. ഭഗവാന്റെ മുന്നിൽ ഞാൻ വെളിച്ചം കാണിച്ചിട്ട് വേണോ ഇനി ഭഗവാന് വെളിച്ചം കാണാൻ? ഞാനൊരു പൂവ് കൊടുത്തിട്ട് വേണോ ഭഗവാന് പൂവ് കിട്ടാൻ വേണ്ടിയിട്ട്? ഞാൻ ചന്ദനം പൂശിയാൽ മാത്രമേ ഇനി ഭഗവാന് ഗന്ധം ഉണ്ടാവുള്ളൂ? പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഭഗവാനില്ലാതെ ഇതൊന്നുമില്ല. എന്നിട്ട് നമ്മളിതൊക്കെ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് കാണാൻ പാകത്തിന്. നമുക്ക് ഭഗവാന്റെ അടുത്ത് പോകുമ്പം ഭഗവാനെന്ന് നമ്മൾ വിചാരിക്കുന്ന ആ വിഗ്രഹത്തിൽ നമുക്ക് ആ ഗന്ധം കിട്ടണം. അതിനുവേണ്ടി നമ്മൾ പൂശും. ആ രൂപത്തിന് മുഴുവനായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കണം. അതിനുവേണ്ടി നമ്മൾ ആരതി ഒഴിയുന്നു. അപ്പോൾ ആ ഭാവത്തിനെ കുറിച്ച് സ്വാമിജി വിശദീകരിച്ചപ്പോൾ ശരിക്കും വളരെ ഒരു ഇമോഷൻ നമുക്ക് ഉള്ളിൽ ഫീൽ ചെയ്യുന്ന ഒരു ശ്ലോകമായിട്ട് തോന്നി. മുണ്ടകോപനിഷത്തിലും കഠോപനിഷത്തിലും ഈ ശ്ലോകം പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വായിച്ചു. അപ്പോൾ അങ്ങനെയാണ് ആ ഭാവത്തിനെ വിശദീകരിക്കുന്നത്. ദിവി സൂര്യ സഹസ്രസ്യ ഭവേത് യുഗപദുദ്ധിത. ആ വാക്കുണ്ട് അവിടെ, യതി, ഇഫ്. ശങ്കരാചാര്യർ അതിനെ പറയുന്നുണ്ട്. യതി ഉദ്ധിത ഭവേത് എന്നാണ് പറയുന്നത്. ഇത് ഉദിക്കുകയാണെങ്കിൽ എന്നാണ് പറയുന്നത്. ശങ്കരാചാര്യർ ഉദിക്കില്ല നിങ്ങൾക്കൊക്കെ അറിയാലോ. അപ്പോൾ പിന്നെ എന്തിനാ ഉദിക്കുകയാണെങ്കിൽ അതുപോലെ ഉണ്ടാവും എന്ന് പറഞ്ഞിരിക്കുന്നത്? വർണ്ണിക്കാനുള്ള ശ്രമമാണ്, എന്നിട്ട് പരാജയപ്പെടുക. ഭഗവാന്റെ രൂപത്തിനെ വർണ്ണിക്കാൻ ആരാലും സാധിക്കില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ശോഭ ഇതിനോളം എത്തിയേക്കാം എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. അതുകൊണ്ട് ആ വലിയ മനോഹരമായിട്ടുള്ള രൂപം, അത്രയും ശോഭയുള്ള രൂപം, അത് നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് ഭഗവാൻ ഒരു കൊച്ചു രൂപത്തിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഭഗവാന് നമ്മൾ കൊടുക്കുന്നു എന്നുള്ള ഭാവത്തിൽ നമ്മൾ കൊടുക്കും. ഭഗവാനാണ് ഇതെല്ലാം.
ഇതെല്ലാം ഭഗവാൻ തന്നെയാണ്. അതിനാണ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ്. ഭഗവാന് കൊടുത്തിട്ടാണ് ഞാൻ കഴിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നിവേദ്യം ഭഗവാന് കൊടുക്കുന്നത്. ആദ്യം ഭഗവാനും കൂടെ കൊടുക്കുകയാണ്. ഭഗവാനെ ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്, ഇനി അതിൻ്റെ അകത്ത് നിന്ന് ഞാനെടുത്ത് കഴിക്കട്ടെ എന്നുള്ള ഭാവത്തിൽ നമ്മൾ കഴിക്കുക. പക്ഷേ ഈ ചിട്ടകളെല്ലാം ധ്യാനം മുതൽ മംഗളാരതി വരെയുള്ള എല്ലാ ചിട്ടകളും നമ്മൾ ഭഗവാനെ പൂജിക്കുമ്പോൾ നടത്തുകയാണ്. നമ്മൾ പൂജ ചെയ്യുന്നത് ഭഗവാൻ എന്ത് കിട്ടുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, നമുക്കെന്ത് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മളിതൊക്കെ ചെയ്യുന്നത്. പിന്നെ മനോഹരമായിട്ടുള്ളൊരു കാര്യം കൂടി സ്വാമി അതിൽ സൂചിപ്പിച്ചു. മഹാന്മാരുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് ചോദിക്കുമ്പോൾ ആരതി ഒഴിയും പോലെ ആയിരിക്കണം മഹാന്മാരുടെ ജീവിതം, അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം അങ്ങനെ ആയിക്കൂടാന്നല്ല അതിനർത്ഥം. മഹാന്മാരുടെ ജീവിതം നോക്കുന്ന സമയത്ത് ഭഗവാൻ ആരതി ഒഴിയുന്നത് പോലെ നമ്മൾ സങ്കല്പിക്കണം. അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കാരണം ഭഗവാന്റെ ആ ഒരു വിഭൂതികളുണ്ടല്ലോ, ഭഗവാന്റെ ആ ഒരു ഐശ്വര്യം, ഭഗവാന്റെ ഇതൊക്കെ ഇവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്തും ഇവർ പെരുമാറുന്ന സമയത്തും ഇവർ ജീവിക്കുന്ന സമയത്തുമൊക്കെ ഭഗവാന്റെ ആ വിഭൂതികളാണ് അവരിലൂടെ ശോഭിക്കപ്പെടുന്നത്. അപ്പം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തൊരു കാര്യം എന്താ, നമ്മുടെ ജീവിതം വഴി ഭഗവാന്റെ ആ ഐശ്വര്യം എല്ലായിടത്തും കാണിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് വിചാരിക്കണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മളും മഹാന്മാരായിട്ട് മാറുന്നത് എന്ന് സ്വാമി പറയുന്നു. എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്കറിയില്ല. ഒരു കർപ്പൂര ദീപം എടുത്തിട്ട് ഭഗവാൻ ഇങ്ങനെ ആരതി ഒഴിയുന്ന സമയത്ത് ഭഗവാന്റെ രൂപം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പാദങ്ങളും കണ്ണും മൂക്കും ചെവിയും കൈയും തോൾവളയും കാൽവളയും അരഞ്ഞാണോ ഒക്കെ നമുക്ക് ഇങ്ങനെ തെളിഞ്ഞ് കാണാം. നമ്മൾ ജീവിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ഭഗവാന്റെ ചൈതന്യം, ഭഗവാന്റെ ഓരോ ഭാവവും നമ്മുടെ മുന്നിലേക്ക്, മറ്റുള്ളവരുടെ മുന്നിലേക്ക് തെളിച്ച് കാണിച്ചു കൊടുക്കാൻ പാകത്തിന് നമുക്ക് പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് ജീവിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന് ആരതിയായിട്ട് എൻ്റെ ജീവിതം മാറ്റുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ എന്തൊക്കെ ഐശ്വര്യങ്ങളുണ്ടോ ആ ഐശ്വര്യം മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കാനും കാണിച്ചു കൊടുക്കാനുമുള്ള ഒരു അവസരമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതം മറിക്കാൻ വേണ്ടി സാധിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിലിങ്ങനെ പലവട്ടം എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഭഗവാനുള്ള ആരതിയാണെന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഭഗവാന്റെ രൂപം കാണുന്നുണ്ടോ എന്നിലൂടെ എന്ന് ചിന്തിക്കണം. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കട്ടെ. അല്ലാണ്ട് മറ്റുള്ളവർ എൻ്റെ അടുത്തൊന്നും വരണം ഞാനും ഭഗവാനും തമ്മിലുള്ള ഒരു ഇടപാടാണ് ഇതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നുമല്ല, അത് കംപ്ലീറ്റ് ഡാർക്ക്നെസ് ആയിരിക്കും. മറ്റുള്ളവർ നമ്മളെ എങ്ങനെ നോക്കിക്കാണുന്നു, മറ്റുള്ളവർക്ക് എങ്ങനെ നമ്മൾ പ്രകാശം പൊലിച്ചുകൊണ്ട് ഭഗവാന്റെ രൂപം കാട്ടിക്കൊടുക്കുന്നു, അതിലാണ് നമ്മുടെ മാഹാത്മ്യം ഇരിക്കുന്നത് എന്നാണ് സ്വാമിയെ ഓർമ്മിപ്പിച്ചത്. അതും എനിക്ക് വളരെ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ട് തോന്നിയിട്ടുണ്ട്. അതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. 13ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. എന്നിട്ട് ആ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കിയിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ചിഞ്ചു 13ാമത്തെ ശ്ലോകം ചൊല്ലാമോ? ചൊല്ലിത്തരാം. തത്രൈകസ്ഥം ജഗത്കൃത്സ്നം തത്രൈകസ്ഥം ജഗത്കൃത്സ്നം പ്രവിഭക്തമനേകധാ പ്രവിഭക്തമനേകഥാ അപശ്യദ്ദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തദാ. ശരീരേ പാണ്ഡവസ്തഥാ. ചന്ദ്രലേമ ചൊല്ലാം. തത്രൈകസ്ഥം ജഗത്കൃത്സ്നം ത്രൈകസ്ഥം ജഗത്കൃത്സ്നം പ്രവിഭക്തമനേകധാ പ്രവിഭക്തമനേകഥാ അപശ്യദ്ദേവദേവസ്യ അപശ്യദ്ദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തദാ. ശരീരേ പാണ്ഡവസ്തദാ. ഓക്കെ, സോന ചേച്ചി. തത്രൈകസ്ഥം ജഗത്കൃത്സ്നം തത്രൈകസ്ഥം ജഗത്കൃത്സ്നം പ്രവിഭക്തമനേകധാ പ്രവിഭക്തമനേകഥാ അപശ്യദ്ദേവദേവസ്യ
अपश्य देवदेवस्य ശരീരേ പാണ്ഡവസ്തദാ. शरीरे पाण्डवस्तदा. സഞ്ജയനാണ് പറയുന്നത്, തത്ര അവിടെ ഏകസ്ഥം ഒന്നിച്ച് ഒരിടത്ത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, ഇവിടെ ഒരുമിച്ച് ഒരിടത്ത് എൻ്റെ ശരീരത്തിൽ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. തത്ര ഏകസ്ഥം അവിടെ എല്ലാം കൂടെ ഒരുമിച്ച് ജഗത് കൃത്സ്നം ഈ സകല ജഗത്തും എന്തൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ടോ അത് മുഴുവൻ പ്രവിഭക്തം. എങ്ങനെയാണോ ഇപ്പം വിഭജിച്ച് നിൽക്കുന്നത്, നമ്മൾ പെർസീവ് ചെയ്യുന്നത് ഇതൊക്കെ വേറെ 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 വേറെയാണെന്നാണ് അല്ലേ. അങ്ങനെ പ്രവിഭക്തമായിട്ടുള്ളതായിട്ട് നമ്മൾ പെർസീവ് ചെയ്യുന്ന, നമ്മൾ കാണുന്ന അനേകഥ പല പലതായിട്ട് അനേകങ്ങളായിട്ട് നമ്മൾ കാണുന്ന സർവ്വതും അപശ്യത കണ്ടു. ആരാണ് കണ്ടത്? അർജുനനാണ് കണ്ടത്. ദേവദേവസ്യ ശരീരെ ഈ ദേവദേവന്റെ ശരീരത്തിൽ പാണ്ഡവ തഥാ. അപ്പോൾ അർജുനൻ ഇത് മുഴുവൻ അവിടെ ഭഗവാന്റെ ശരീരത്തിൽ കണ്ടു എന്നാണ് പറയുന്നത്. നമ്മൾ വേറെ 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 വേറെയാണെന്ന് വിചാരിക്കുന്ന സർവ്വതും ഇവിടെ നമ്മൾ ഈ സ്ക്രീനിൽ നോക്കുമ്പോൾ നമ്മളെല്ലാം വേറെ വേറെ വേറെയാണ്, ഓരോന്നും വേറെ വേറെയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോന്നും നമ്മൾ ബൗണ്ടറി വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫാമിലി, ഇതാണ് എൻ്റെ ഗ്രാമം, ഇതാണ് എൻ്റെ ടൗൺ, ഇതാണ് എൻ്റെ സിറ്റി, ഇതാണ് എൻ്റെ സംസ്ഥാനം, ഇതാണ് എൻ്റെ രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വേറെ 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 ആക്കി വെച്ചിട്ടുണ്ട്. അത് കൂടാതെ നമ്മുടെ ശരീരത്തിൽ നോക്കിയാൽ തന്നെ കണ്ണും മൂക്കും നാക്കും ഒക്കെ വേറെ വേറെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഓരോന്നും കോശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇലക്ട്രോൺസും പ്രോട്ടോൺസും എന്നൊക്കെ പറഞ്ഞാൽ വേറെ വേറെ കിടക്കുന്നു. ഭൂമി വേറെയാണ്, വേറെ വേറെ ഗ്രഹങ്ങളാണ്, എല്ലാം വേറെ 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 വേറെയാണ്. വീട്ടിൽ നമ്മൾ ഇതെൻ്റെ പെന്നാണ്, ഇത് അയാളുടെ പെന്നാണ് എന്നൊക്കെ ഓരോന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതികൾ മുഴുവൻ എല്ലാം ഒരുമിച്ച് ഭഗവാന്റെ ശരീരത്തിൽ ദർശിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ അഗെയിൻ അധ്യാത്മാനന്ദ സ്വാമി ഓർമ്മിക്കുകയാണ്, പലത് 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 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണോ സങ്കല്പിക്കാൻ വേണ്ടി സാധിക്കുന്നത് ആ പലത് മാത്രമേ നമ്മൾ ഇപ്പോഴും സങ്കല്പിക്കുന്നുള്ളൂ. പ്രപഞ്ചം എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, സ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ, സൗരയൂഥമുണ്ട്, ഗാലക്സി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രപഞ്ചം സർവ്വതും വേറെ വേറെയാണെന്ന് പറയുന്ന സമയത്ത് ഇന്നലെ വേറെയായിരുന്നു, ഇന്ന് വേറെയാണ് അല്ലേ. ഇന്നലെ വേറെ സമയമായിരുന്നു നമുക്ക്, ഇന്ന് വേറെ സമയമാണ്. ഇപ്പം ഞാനിത് പറയുമ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞ സമയവും സ്പ്ലിറ്റായി. നമ്മളെ മനസ്സിൽ ഇതൊക്കെ വേറെ വേറെയാണ്. കഴിഞ്ഞ വർഷം, ഇനി വരാൻ പോകുന്ന വർഷം, ഞാൻ 6 വയസ്സുള്ളപ്പോൾ ഇപ്പം 60 വയസ്സായപ്പോൾ, ഇതൊക്കെ പറഞ്ഞ് നമ്മൾ വേറെ 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 ആക്കുകയാണ്. അത് നമുക്ക് സങ്കല്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ എന്ന് പറയാണ്. അതും ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാലവും അവിടെ സ്ക്വീസ് ചെയ്തിട്ട് ഭഗവാന്റെ ശരീരത്തിൽ കാണുകയാണെന്ന് നമുക്ക് സങ്കല്പിക്കേണ്ടി വരും. കാലവും ഇല്ല. അവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പവും കാണാം, എൻ്റെ ഈ പ്രായവും കാണാം. കാരണം എല്ലാം ഒന്നിലാണ്, വേറെ ഇല്ലല്ലോ. ഭഗവാന് കാലമില്ലല്ലോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് ഓർമ്മിപ്പിക്കുകയാണ് സ്വാമിജി, പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ദേശകാലങ്ങളൊക്കെ വല്ലാതെ ചെറുതായിട്ട് വന്നതാണോ അല്ല ഭഗവാൻ അങ്ങോട്ട് വലുതായതാണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം ദേശകാല പരിഗണനയിൽ അങ്ങനെ ചെതറിക്കിടക്കുന്ന സർവ്വതും ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും പരിഗണന നമുക്കുള്ളത് കൊണ്ടാണ്, ടൈം ആൻഡ് സ്പേസ് നമുക്കുള്ളത് കൊണ്ടാണ് നമുക്കിതെല്ലാം വേറെ 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 ആയിട്ട് നമുക്ക് തോന്നുന്നത്, നമ്മൾ പെർസീവ് ചെയ്യുന്നത്. ഇവിടെ ഭഗവാനിലെത്തുമ്പോൾ ദേശവും ഇല്ല, സ്പേസും ഇല്ല, ടൈമും ഇല്ല. എല്ലാം ഭഗവാനിൽ ഒരേ സമയത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി യുദ്ധത്തിന് ശേഷമുള്ള കാര്യവും അവിടെ കണ്ടിട്ടുണ്ടാവണം. എല്ലാം കാണണ്ടേ ഒരേ സമയത്ത്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, അർജുന ഞാൻ ഇവരെയൊക്കെ ഓൾറെഡി കൊന്നു കഴിഞ്ഞു, നീ ജസ്റ്റ് പോയിട്ട് അങ്ങോട്ട് നിൻ്റെ കടമ തീർക്കാൻ വേണ്ടിയിട്ട് നീ ചെയ്താൽ മതി എന്ന് അർജുനോട് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇവിടെ ദർശിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഒന്ന് മനസ്സിൽ ആ രൂപം ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. എന്നിട്ട് നമ്മൾ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ട് പോയി തൊഴുന്ന
കൃഷ്ണൻ്റെ വീട്ടിലിരിക്കുന്ന ഓടക്കോയിലും വിളിച്ചിരിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ ചുരുക്കി വെച്ചിരിക്കുന്ന ആ ഭഗവാനെ ഒന്ന് ഇങ്ങോട്ട് തുറന്നു വിടുക. നമ്മുടെ മനസ്സിൽ ഒന്ന് വിശാലമാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത്രയും നാൾ അർജുനൻ്റെ മനസ്സിൽ അതൊരു ചങ്ങാതിയായിരുന്നു, തേരാളിയായിട്ട് ഇരുത്തിയിരിക്കുകയാണ്. അയാളാണ് ഇതിങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. അർജുനൻ്റെ റെസ്പോൺസ് എന്താണെന്ന് നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. വേറെ ഒരു കാര്യം, കുറേ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഈ ശ്ലോകം പറയുമ്പം. ഓരോന്നും നമ്മുടെ വിഭൂതി യോഗത്തിൽ സ്ഥാവരാണാം ഹിമാലയ, നദികളിൽ ഞാൻ ജാഹ്നവിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഹിമാലയത്തിലേക്ക് പോയിട്ട് ഭഗവാൻ അവിടെ ഇരിക്കുകയല്ല ഇപ്പോൾ ചെയ്യുന്നത്. ഇതെല്ലാം ഞാനാണ് 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 ഞാനാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതെല്ലാം ഭഗവാനിൽ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. ഹിമാലയവും ഭൂമിയും നക്ഷത്രങ്ങളും കോടാനുകോടി ഗാലക്സീസും എല്ലാം. ഒന്ന് ചിന്തിക്കേണ്ടത്, അന്ന് ഇതൊക്കെ ഇങ്ങനെയാണ് എന്ന് നമ്മുടെ ആചാര്യന്മാർക്ക് അറിയാമായിരുന്നു. ഇതെല്ലാം നമ്മളിലുണ്ട് എന്ന് ആചാര്യന്മാർക്ക് അറിയാമായിരുന്നു. നമ്മൾ അതിൽ നിന്ന് വേറെ അല്ലെന്ന് ആചാര്യന്മാർക്ക് അറിയാമായിരുന്നു. നമുക്കിപ്പോഴും ഞാൻ ഓംനാഥാണ്, എൻ്റെ ഐഡൻറ്റിറ്റി മാത്രമാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. എനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയുണ്ടോ അത് മാത്രമാണ് എൻ്റെ ഉള്ളിൽ ഓടുന്നത്. എനിക്ക് പരിചയമുള്ള ആൾക്കാർ മാത്രമാണ് ഈ ലോകത്തുള്ളത്. ഞാൻ പോയ സ്ഥലങ്ങൾ മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. ഞാൻ അവിടെ പോയിട്ടുണ്ട് ഇവിടെ പോയിട്ടുണ്ട്. മിക്കവാറും സ്ഥലങ്ങളൊക്കെ ഞാൻ കറങ്ങിയിട്ടുണ്ട്. നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മുത്തുമണികൾ പോലെ ആകാശത്തിങ്ങനെ ചെതറി കിടക്കുന്ന മഞ്ചാടിക്കുരു ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് തോന്നില്ലേ, അതുപോലെ നമ്മുടെ മനസ്സിൽ നക്ഷത്രങ്ങൾക്കും സ്ഥാനമുള്ളൂ. അതിങ്ങനെ പോയി പെറുക്കിയെടുക്കാൻ പറ്റുന്നത് മറ്റേത് നോക്കിയിട്ട് ഇതെപ്പോൾ എനിക്ക് പെറുക്കാൻ പറ്റും എന്ന് ചിന്തിക്കാൻ പണ്ട് ആലോചിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ അതാലോചിക്കാനുള്ള ഭാവന പോലും നമുക്കില്ലാതെ പോയി. അതുപോലെയാണ് നമ്മുടെ ചിന്ത, വളരെ ചെറുതാണ്. അപ്പോൾ ആ ചിന്തകളെ തുറന്നു വിടാനുള്ള ഒരു ആവേശം നമുക്ക് തരാൻ ഈ ശ്ലോകങ്ങൾക്ക് സാധിക്കട്ടെ. അങ്ങനെ തുറന്നു വിടാൻ നമുക്ക് എത്രത്തോളം സാധിക്കുന്നോ അത്രത്തോളം നമ്മുടെ മനസ്സിൽ സ്വാസ്ഥ്യവും സമാധാനവും ശാന്തിയും ഉണ്ടാകും. എത്രത്തോളം നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങുന്നോ, എന്നെക്കുറിച്ചും എൻ്റെ വീട്ടുകാരെക്കുറിച്ചും എൻ്റെ വീട്ടിനെക്കുറിച്ചും എൻ്റെ പരിസരത്തെക്കുറിച്ചും എൻ്റെ വേലിക്കെട്ടിനുള്ളതിനെക്കുറിച്ചും അതിനുള്ള സാധനങ്ങളെക്കുറിച്ചും മാത്രം നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലെപ്പോഴും ഇങ്ങനെ പെട്ട അടിച്ചുകൊണ്ടിരിക്കും. അത് മാറ്റിയിട്ട് ഇത്രയും വലിയ പ്രപഞ്ചം, അതിലുള്ള ഭഗവാനും എന്നിലുള്ള ഭഗവാനും എല്ലാം ഒന്ന് തന്നെ, ഞാൻ ഭഗവാനിലുണ്ട് ഭഗവാൻ എന്നിലും ഉണ്ടെന്നൊക്കെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമുക്ക് നല്ല ശാന്തി ഉണ്ടാവും. അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ തെറി വിളിക്കുന്ന സമയത്ത് ഭഗവാനെ കൃഷ്ണ, നല്ല തെറി വാക്കുകളും ഭഗവാന്റെ പേരുകൾ തന്നെയാണല്ലോ എന്ന് നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഭഗവാന്റെ എന്തായാലും ഭൂമിയിലുള്ള സാധനങ്ങളെയല്ലേ നമ്മൾ തെറിയായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ, അതൊക്കെ ഭഗവാൻ തന്നെയാണല്ലോ. അതുകൊണ്ട് അങ്ങനെയും സങ്കല്പിക്കാൻ നമുക്ക് സാധിക്കും. ശാന്തിയും സമാധാനവും മനസ്സിൽ നിറയും. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കഴുത്ത് മുറിച്ചിട്ടിട്ട് കോഴി ഓടുന്ന കണ്ടിട്ടുണ്ടോ, അതുപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സും കൊണ്ട് നമ്മളിരിക്കും. സത്യമല്ലേ, നമ്മളതുപോലെയല്ലേ, പെട്ടച്ചുകൊണ്ടിരിക്കുകയല്ലേ എപ്പോഴും അതിങ്ങനെ അതെന്ത് ചെയ്യും, അതെങ്ങനെ ചെയ്യും, ഇതെങ്ങനെ ചെയ്യും, അതങ്ങനെ പറഞ്ഞില്ലേ, ഇയാളിങ്ങനെ പറഞ്ഞില്ലേ എന്നിട്ട് ഓടുകയാണ്. ഇതൊന്ന് ശാന്തമാക്കി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കട്ടെ. ഭഗവാൻ എന്ന് പറയുന്നത് സർവ്വതിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ്. അത് മുഴുവൻ ഭഗവാന്റെ ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കൃഷ്ണൻ്റെ വിഗ്രഹം നോക്കുന്ന സമയത്ത് യശോദാമ്മ എങ്ങനെയാണോ സർവപ്രപഞ്ചവും കണ്ടത്, അതുപോലെ നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യനും നമ്മളും നമ്മുടെ അയൽക്കാരും നമ്മുടെ അയൽ രാജ്യങ്ങളും ഭൂമിയും എല്ലാം അതിലുണ്ട് എന്ന് സങ്കല്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോഴാണ് നമ്മൾ ശാന്തമായിട്ടിരിക്കാൻ പഠിക്കുക. നമുക്കെല്ലാവർക്കും അതിന് പ്രാക്ടീസ് ചെയ്യാം. പറയുമ്പോൾ എനിക്ക് നല്ല സുഖം കിട്ടുന്നത്, നിർത്താൻ തോന്നില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് നിർത്തി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഇതേ അവസ്ഥയിൽ പോകേണ്ടതാണ്. അതുകൊണ്ട് കുറച്ച് നിർത്താൻ തോന്നാതെ ഇരിക്കുകയാണ്. പറയുമ്പോൾ അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സുഖം, സന്തോഷം അനുഭവിക്കാൻ വേണ്ടി സാധിക്കട്ടെ. അതാണ് ഇന്ന് പറയാനുള്ളത്. തൽക്കാലം കൺക്ലൂഡ് ചെയ്യാം.
ശ്ലോകം നമുക്ക് അടുത്ത ആഴ്ച ഒന്നുകൂടെ ചൊല്ലി പഠിച്ചിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. അടുത്ത ശ്ലോകം കഴിഞ്ഞ് പിന്നെ അർജുനനാണ് കാര്യം ഡീൽ ചെയ്യുന്നത്. സഞ്ജയൻ അർജുനനും കൊണ്ട് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പോൾ എല്ലാ ദിവസവും കുറച്ചു നേരം നമുക്ക് ഈ ഭഗവാന്റെ രൂപത്തെ സങ്കല്പിക്കാൻ വേണ്ടി സാധിക്കട്ടെ. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഭഗവാനെ നമ്മൾ ഒരു ഇടത്തിരുത്തി ഭഗവാനെ മാലയും വളയും ചന്ദനവും ലേപനമൊക്കെ ചാർത്തി ആരതി ചെയ്ത് വയ്ക്കുന്ന ഒരു രൂപം. എന്നിട്ട് ആ ആരതി കാണുന്ന സമയത്ത്, നട തുറക്കുന്ന സമയത്ത് കാണുന്നത് സർവപ്രപഞ്ചത്തെ ആവട്ടെ, ആ പ്രപഞ്ചത്തിൻ്റെ ശോഭയാവട്ടെ, എല്ലാം ആ കൊച്ചു രൂപത്തിൽ നമുക്ക് ദർശിക്കാൻ വേണ്ടി സാധിക്കട്ടെ. എന്നിട്ട് ആ രൂപത്തിൽ ഇങ്ങനെ മനസ്സിനെ കുറേ നേരം കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് സാധിക്കട്ടെ. എന്ത് കാണുന്ന സമയത്തും ആരെ കാണുന്ന സമയത്തും ഭഗവാന്റെ വിഭൂതിയാണ് എന്ന് സങ്കല്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ശാന്തമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നമസ്തേ, ശുഭദിനം. നമസ്തേ. താങ്ക് യു അമ്മജി.